നിരവധി AI കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും വരുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റോബോട്ടിക്സ് കമ്പനിയായിട്ടുള്ള ആഡ്വെർബ് ടെക്നോളജീസ്. ഇവർ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായിട്ടുള്ള റോബോട്ടാണ് ട്രാക്കർ. ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോബോട്ടുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള മൾട്ടി ലെയർ ക്വാഡ്രൂപ്പഡ് റോബോട്ടായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ട്രാക്കർ? എന്താണ് ഇതിന്റെ പ്രത്യേകത? മനുഷ്യർക്ക് പോകാൻ കഴിയാത്ത പ്രയാസകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക, നിരീക്ഷണം നടത്തുക തുടങ്ങിയവയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ആധുനിക റോബോട്ടാണിത്. ഇത് സ്വയം നിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു റോബോട്ടാണ്. ഇതില് അതിനൂതനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയുവാനും അവ ഒഴിവാക്കി സഞ്ചരിക്കുവാനുമുള്ള കഴിവുണ്ട്. ഏത് തരം പ്രതലങ്ങളിലും, അതായത് കല്ലുകളിലൂടെ, മണ്ണിലൂടെ, സിമന്റിലൂടെ ഒക്കെ സുഗമമായിട്ട് നടക്കാൻ ഇതിന് സാധിക്കും. വളരെ ഉയർന്ന പടവുകൾ പോലും കയറുവാനും ഇറങ്ങുവാനുമുള്ള സവിശേഷമായ കഴിവുമുണ്ട്. പരിസരത്തിന്റെ 3D മാപ്പുകൾ തയ്യാറാക്കാൻ കഴിയുക എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അതിന് സഹായിക്കുന്നവയാണ്. ഈ റോബോട്ടുകൾക്ക് കെട്ടിടങ്ങൾക്ക് ഉള്ളിലും കെട്ടിടങ്ങൾക്ക് പുറത്ത്, അതായത് പുറം പ്രദേശങ്ങളിലും ഒരുപോലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. എണ്ണ ശുദ്ധീകരണശാലകൾ, ഗ്യാസ് പ്ലാന്റുകൾ എന്നിവിടങ്ങളിലൊക്കെ പൈപ്പ് ലൈനിലും മറ്റും ചോർച്ച ഉണ്ടാവുന്ന സമയത്തും തകരാറുകൾ ഉണ്ടാവുന്ന സമയത്തുമൊക്കെ പരിശോധിക്കാനായിട്ട് ഈ റോബോട്ടുകളെ ഉപയോഗപ്പെടുത്താം. ദുരന്ത നിവാരണത്തിനായിട്ടും ഇവയെ പ്രയോജനപ്പെടുത്താം. കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളിൽ ഉള്ളിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവയെ ഉപയോഗപ്പെടുത്താം. കൃത്യമായ പാതകളിലൂടെ സഞ്ചരിച്ച് നിശ്ചിതമായ വിവരങ്ങൾ ശേഖരിക്കുവാനും ഈ റോബോട്ടുകളെ പ്രയോജനപ്പെടുത്താം. വലിയ വെയർഹൌസുകളിലും ഫാക്ടറി പരിസരങ്ങളിലും രാത്രി കാലങ്ങളിൽ ഒരു നിരീക്ഷണം എന്ന ഉദ്ദേശത്തിനും ഇവയെ പ്രയോജനപ്പെടുത്താം. ചുരുക്കത്തിൽ റിലയൻസ് പോലുള്ള വലിയ കമ്പനികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആഡ്വെർബ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ഈ റോബോട്ട് വ്യവസായ മേഖലയിലെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒന്നും കണ്ടുപിടിക്കുന്നില്ല എന്ന് കരയുന്നവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.